ഞാൻ പറഞ്ഞു വന്നത് വൈറ്റ് ഡിസ്ചാർജ് ലൂക്കോറിയയെ കുറിച്ചാണ്. പിന്നെ ഈ വിഷയത്തിൽ ഒരുപാട് തെറ്റിദ്ധാരണയുണ്ട് കേട്ടോ. ജനങ്ങൾക്കിടയിൽ ഒരുപാട് തെറ്റിദ്ധാരണകളുമുണ്ട്. ഏതായാലും പറഞ്ഞു വന്നത്, ഏത് ടൈപ്പിലുള്ള ഡിസ്ചാർജിങ് ആണ് നിങ്ങൾക്കുള്ളത് എന്ന് വിശദമായി നിങ്ങൾ ആദ്യം മനസ്സിലാക്കണം. യെല്ലോ വിഷിലേക്ക് എത്തിക്കഴിഞ്ഞാൽ നിർബന്ധമായും നിങ്ങൾ ട്രീറ്റ്മെന്റിന് വിധേയമാവണം. ഇതുപോലെ വളരെ എഫക്റ്റീവായ വേറൊരു മെത്തേഡുണ്ട്. ശുദ്ധമായ വെള്ളത്തിൽ തേൻ ചേർത്ത് മിക്സ് ചെയ്യാം. ഒരു 3 ലിറ്റർ വെള്ളമാണെങ്കിൽ നിങ്ങൾക്കൊരു 20 മില്ലി അല്ലെങ്കിൽ 25 മില്ലി, കൂടി വന്ന 30 മില്ലി വരെ തേൻ മിക്സ് ചെയ്യാം. നന്നായി മിക്സായി എന്ന് ഉറപ്പ് വന്ന ശേഷം നമ്മൾ എന്താക്കണം, ഈ പാത്രത്തിൽ ഇതുപോലെ. അതോടൊപ്പം നിങ്ങൾ വീട്ടിൽ വെച്ച് ശുദ്ധീകരണ പ്രവർത്തനത്തിൻ്റെ ഭാഗമായി, അതായത് വജൈനൽ പാർട്ടിനെ വളരെ വൃത്തിയിലും ശുദ്ധിയിലും നിലനിർത്തണമല്ലോ. അപ്പോൾ ആ ശുദ്ധീകരണത്തിൻ്റെ ഭാഗമായി അത്യാവശ്യം വലുപ്പമുള്ള ചെറിയൊരു ആഴമുള്ള ഒരു 3 ലിറ്ററെങ്കിലും വെള്ളം ഒഴിച്ച് ബാക്കി സ്ഥലം കിട്ടണം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മഖ്ലൂഖീൻ. അമ്മാ ബഅദ്. ഹിക്മ ഹീലിംഗിൻ്റെ പുതിയ എപ്പിസോഡിലേക്ക് നിങ്ങളെ ഹൃദ്യമായി ക്ഷണിക്കുകയാണ്. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ചർച്ച ചെയ്യുന്നത് ലുക്കോറിയ എന്ന സ്ത്രീ സഹജമായ അല്ലെങ്കിൽ സ്ത്രീകളിൽ വ്യാപകമായി കണ്ടുവരുന്ന ഒരു ശാരീരിക പ്രശ്നത്തെക്കുറിച്ചാണ്. പലപ്പോഴും ശരിയായി ചികിത്സിക്കപ്പെടാതെ അതൊരു പതിവാണ് അല്ലെങ്കിൽ അത് ശാരീരിക പ്രവർത്തനങ്ങളുടെ ഭാഗമാണ് എന്ന് തെറ്റിദ്ധരിച്ച് പിന്നീട് സങ്കീർണമായ രോഗാവസ്ഥയിലേക്ക് എത്തിയ എത്രയോ ആളുകളുണ്ട്. ഒരർത്ഥത്തിൽ ശരിയുണ്ട് അതിൽ. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ പീരീഡിൻ്റെ തൊട്ട് മുമ്പുള്ള 1-2 ദിവസമോ അല്ലെങ്കിൽ 3 ദിവസമോ പീരീഡിന് ശേഷമുള്ള ചില ദിവസങ്ങളിലോ മാത്രം ഉണ്ടാകുന്ന ഒരു ഐവറി കളർ അല്ലെങ്കിൽ ഒരു ഗ്രേ കളർ ടൈപ്പ് ക്രീമി ആയിട്ടുള്ള ഒരു വൈറ്റ് ഡിസ്ചാർജ് അല്ലെങ്കിൽ ലുക്കോറിയ എന്നുള്ളത് വലിയൊരു വിഷയമല്ല, സ്വാഭാവികമാണ്. അതേസമയം ലുക്കോറിയ അല്ലെങ്കിൽ വൈറ്റ് ഡിസ്ചാർജ് ചില ആളുകൾ അസ്ഥ്യൂരിക് എന്ന് പറയുന്നു, ചില ആളുകൾ വെള്ളപ്പൊക്ക് എന്ന് പറയുന്നു. ഇങ്ങനെ ഓരോ നാട്ടിലും വ്യത്യസ്ത പേരുകൾ ഉണ്ടാകും. ഈ ഒരു വിഷയം നോർമലി മെൻസസിൻ്റെ തൊട്ട് മുമ്പുള്ള ദിവസവും തൊട്ട് മുമ്പുള്ള 2-3 ദിവസങ്ങളിലോ അല്ലെങ്കിൽ അതിന് ശേഷമുള്ള 2-3 ദിവസങ്ങളിലോ ആണെങ്കിൽ ഓക്കെ, നമുക്കതൊരു എന്താ പറയുക, പേടിക്കേണ്ട വിഷയമൊന്നുമില്ല. അല്ലെങ്കിലും പേടിക്കാനൊന്നുമില്ല, ഒരു ട്രീറ്റ്മെൻറ്റ് ആവശ്യമില്ല എന്നാണ് ഞാൻ ഉദ്ദേശിച്ചത്. അതേസമയം ചില ആളുകളിൽ നമ്മളത് കണ്ടുവരുന്നത് എല്ലാ ദിവസങ്ങളിലും, ചില ആളുകളിൽ ഒരു 15 ദിവസം 16 ദിവസം നീണ്ടു നിൽക്കുന്നു. ചില ആളുകളിൽ അത് മിൽക്ക് ടൈപ്പ് ലിക്വിഡ് ഫോമിൽ, ക്രീമി അല്ല, ഒഴുകുന്ന ടൈപ്പിൽ ചില സഹോദരിമാരിൽ ഉണ്ട്. എത്രയോ ആളുകൾ, ഇപ്പം നമ്മൾ ഹിക്മ ഹീലിംഗ് ആരംഭിച്ച ശേഷം ഒരുപാട് ആൾ പേഴ്സണലായിട്ട് മെസ്സേജ് അയച്ച് പറഞ്ഞൊരു കാര്യമാണ്, തീർച്ചയായും ലുക്കോറിയയെ കുറിച്ച് പറയണം, അതുണ്ടാക്കുന്ന അസ്വസ്ഥതകൾ വളരെ വലുതാണ്. അപ്പം ചില ആളുകളിൽ അതൊരു മിൽക്ക് ടൈപ്പ് ലിക്വിഡ് ഫോമിൽ ഒരു വെള്ളം എന്നൊക്കെ പറയുന്ന രൂപത്തിലാണ് വരിക. ചില ആളുകളിൽ മിൽക്ക് വൈറ്റ് ക്രീമി ആയിട്ടാണ് ഉണ്ടാവുന്നത്. കാരണം നമ്മൾ ഒരു 10-20 വർഷത്തെ ചികിത്സാ അനുഭവത്തിനിടയിൽ ഒരുപാട് ആളുകൾ വന്ന് പറഞ്ഞതിനെ ഉദ്ധരിച്ചുകൊണ്ടാണ് ഞാൻ ഈ സംസാരിക്കുന്നത്. മറ്റു ചില ആളുകളിൽ അത് ഗ്രേ കളറിലേക്ക്, ഐവറി കളറിലേക്ക്, കുറച്ചുകൂടി പ്രയാസകരമാകുന്ന അവസ്ഥയിലേക്ക് എത്തുമ്പോൾ അതൊരു യെല്ലോ വിഷ്. അവിടുന്ന് മുതലാണ് നമ്മൾ ഗൗരവത്തോടെ അതിനെ ശ്രദ്ധിക്കേണ്ടത്. സാധാരണ ഞാൻ ആദ്യം പറഞ്ഞതുപോലെ ഒരു ചുരുങ്ങിയ ദിവസം ബിഫോർ ആൻഡ് ആഫ്റ്റർ, അതായത് പീരീഡിൻ്റെ മുന്നേയും ശേഷവുമുള്ള ദിവസങ്ങളിലാണെങ്കിൽ ആശങ്കപ്പെടേണ്ടതില്ല, സ്വാഭാവിക പ്രവർത്തനം. അതേസമയം എല്ലാ ദിവസവും ഉണ്ടാവുക, അത് ഒന്നുകിൽ ലിക്വിഡ് ഫോമിൽ അല്ലെങ്കിൽ ഒരു ക്രീമി ടൈപ്പ് പേസ്റ്റ് ടൈപ്പ് ഉണ്ടാവുക, ചിലപ്പോൾ അതിൻ്റെ ഒരു ഇറിറ്റേഷൻ ഇച്ചിങ് ഉണ്ടാവുക, അത് യെല്ലോ കളറിലേക്ക് മാറുക, കുറച്ചുകൂടി കടുക്കുമ്പം ശക്തമായ ബാക്ക് പെയിൻ ഉണ്ടാവുക, ഇങ്ങനെ പല സിംറ്റംസും പല ലക്ഷണങ്ങളോടും ഇതിനോട് ചേർന്ന് വരും. ശക്തമായ ശരീര മെലിച്ചിലുണ്ടാവുക. ഇപ്പം ചില ആളുകൾ കോണ്ടാക്ട് ചെയ്യുന്നത്, എനിക്ക് ശക്തമായ മെലിച്ചിലുണ്ട്, എത്ര മരുന്ന് കുടിച്ചിട്ടും ശരീരം നന്നാവുന്നില്ല, അങ്ങനെ പറഞ്ഞ് എത്രയോ ആളുകൾ മെസ്സേജ് അയക്കും.
എത്രയോ ആളുകൾ നമ്മുടെ ക്ലിനിക്കിലേക്ക് വന്നിട്ടുണ്ട്, മരുന്ന് കുടിച്ചിട്ട് എൻ്റെ ശരീരം നന്നാവുന്നില്ല. അപ്പോൾ അവരെ അനലൈസ് ചെയ്യും, അവരെ വിശദമായി അവരെ കാര്യങ്ങൾ ചോദിച്ചറിയുമ്പോഴാണ് അവരിൽ ഈ വൈറ്റ് ഡിസ്ചാർജിൻ്റെ കാര്യം അവർ പറയുന്നത്, ലുക്കോറിയയുടെ വിഷയം അവർ പറയുന്നത്. അപ്പോൾ ചില ആളുകളിൽ ലുക്കോറിയ കാരണം ശക്തമായ ശരീരം എലിച്ചിലുണ്ടാകും. എത്ര നല്ല ആഹാരം കഴിച്ചാലും ശരീരം നന്നാവാത്ത അവസ്ഥ അവരിൽ ഉണ്ടാകും. മനസ്സിലാക്കണം. അപ്പം ഇതിൻ്റെ വ്യത്യസ്ത തലങ്ങളെ കൃത്യമായി മനസ്സിലാക്കിക്കൊണ്ട് പരിചരിക്കാൻ നമ്മൾ തയ്യാറായില്ലെങ്കിൽ കടുത്ത രോഗാവസ്ഥയിലേക്ക് പോകും. ചില സ്ത്രീകൾ 30-ാമത്തെ വയസ്സിലോ 35-ാമത്തെ വയസ്സിലോ അതിമാരകമായ ഗർഭാശയ രോഗത്തിലേക്ക് എത്തിയതിൻ്റെ പിന്നിൽ, അതേതാ രോഗം എന്ന് ഞാൻ പറഞ്ഞുതരാം, രോഗത്തിലേക്ക് എത്തിയതിൻ്റെ പിന്നിൽ അവർ തുടക്കം മുതൽ അവഗണിച്ച ഈ ലുക്കോറിയ ഉണ്ടായിരുന്നു. ഈ ലുക്കോറിയ തുടങ്ങി പിന്നീട് അത് 30-35 വയസ്സാകുമ്പോഴത്തേക്കും അതിമാരക സ്വഭാവമുള്ള രോഗാവസ്ഥയിലേക്ക് അവരെത്തി. എന്തുകൊണ്ട്? അവർ ലുക്കോറിയയെ അവഗണിച്ചു. അത് സ്വാഭാവികമല്ലേ. പിന്നെ ചില ഡോക്ടേഴ്സ് പറയും അതിനൊന്നും പ്രത്യേകം മരുന്നില്ല എന്ന് പറയും. തിബുന്നബവി അങ്ങനെയല്ല. പ്രവാചക വൈദ്യത്തിൽ വളരെ കൃത്യമായ ചികിത്സാക്രമവും ശുദ്ധീകരണ ക്രമവും ചില പ്രത്യേക ഭക്ഷണക്രമവും നിർദ്ദേശിക്കുന്നതിലൂടെ മാത്രമല്ല അമൂല്യമായൊരു പ്രാർത്ഥന, ലുക്കോറിയ സ്ഥിരമായ ആളുകൾക്ക് അതിൽ നിന്ന് രക്ഷപ്പെടാൻ സഹായിക്കുന്ന വളരെ അത്ഭുതകരമായ റിസൾട്ടുള്ള പ്രാർത്ഥന കൂടി ഉൾക്കൊള്ളിക്കുന്നു. അങ്ങനെയുണ്ട്. ഏതുപോലെ നമ്മളിപ്പം മെൻസസ് സ്ഥിരമാണ്, എപ്പോഴും എന്താ പറയുക, ഓവർഫ്ലോ, മെൻസസ് തുടങ്ങി നിൽക്കണില്ല, അവർ മരുന്ന് മാത്രം കഴിച്ചാൽ പോരാ, വളരെ പ്രധാനപ്പെട്ട പ്രാർത്ഥനാക്രമം കൂടി അവർ സ്വീകരിക്കണം. ഭക്ഷണത്തിൽ നിന്ന് ചിലതിനെ ഒഴിവാക്കിക്കൊണ്ട് വളരെ പ്രധാനപ്പെട്ട ചില പ്രാർത്ഥന കൂടി അവർ സ്വീകരിക്കേണ്ടതുണ്ട്. എന്നതുപോലെ ലുക്കോറിയയുടെ വിഷയത്തിലും ഇസ്ലാമിക വൈദ്യശാസ്ത്രം മെഡിസിൻ നിർദ്ദേശിക്കുന്നതോടൊപ്പം ഭക്ഷണം ശ്രദ്ധിക്കാൻ പറയുന്നതോടൊപ്പം ശാരീരിക ശുദ്ധീകരണ പ്രവർത്തനത്തിൽ ശ്രദ്ധിക്കാനുണ്ട്. ലുക്കോറിയ ഉള്ളവർ അവിടെ ശരീരത്തെ വൃത്തിയാക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യമുണ്ട്. മെൻസസ് ഉള്ള സമയത്തും മെൻസസിന് ശേഷവും അല്ലാത്ത ദിവസങ്ങളിലും അവർ ശരീര ശുദ്ധീകരണത്തിൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളുണ്ട്. എന്നതോടൊപ്പം ഈ പ്രാർത്ഥന വളരെ ഗൗരവമുള്ളതാണ്, വളരെ എഫക്റ്റീവാണ്. എത്രയോ ആളുകൾ ചുരുങ്ങിയ കാലത്തെ ട്രീറ്റ്മെന്റിലൂടെ ലുക്കോറിയയിൽ നിന്ന് പ്രവാചക വൈദ്യശാസ്ത്രത്തിലെ ചികിത്സയിലൂടെ രക്ഷപ്പെട്ട അനുഭവം എത്രയോ ആളുകളുടെ പറയാൻ പറ്റും. അപ്പം ഞാൻ പറഞ്ഞു വന്നത്, നിങ്ങൾക്കറിയുന്നവരിൽ ഇത്തരം പ്രശ്നങ്ങളുണ്ടെങ്കിൽ അത് ഏത് ടൈപ്പാണ്, ഏത് രൂപത്തിലാണ് ഈ ഒരു ഡിസ്ചാർജിങ് ഉണ്ടാവുന്നത് എന്ന് കൃത്യമായി നമ്മൾ എന്താക്കേണ്ടതുണ്ട്, മനസ്സിലാക്കേണ്ടതുണ്ട്. അപ്പോഴേ നമുക്ക് ഈ ഒരു പ്രശ്നത്തിൽ നിന്ന് ഇവരെ രക്ഷപ്പെടുത്താൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ അത് നിത്യമായി പോവും. എത്രത്തോളം പറയണം, ചില ആളുകൾക്ക് ആഫ്റ്റർ മാരേജ് കുഞ്ഞുങ്ങളില്ലാത്ത അവസ്ഥ വരുന്നതിൻ്റെ പിന്നിൽ ലുക്കോറിയക്ക് വല്ല സാധ്യതയും ഉണ്ടോ? നമുക്ക് ചർച്ച ചെയ്യാം. അതായത് കല്യാണം കഴിഞ്ഞു, കുട്ടികളില്ല, കൊല്ലങ്ങളായി അവർ ചികിത്സിക്കുന്ന കുട്ടികളില്ല, അവർ ഇൻഫെർട്ടിലിറ്റി സ്പെഷ്യലിസ്റ്റിൻ്റെ അടുത്ത് പോകുന്നു, ഡയഗ്നോസ് ചെയ്യുന്നു, എല്ലാം നിലക്ക് നോക്കുമ്പോഴും രണ്ടു പേർക്കും കംപ്ലൈൻ്റ് ഇല്ല. അപ്പോൾ കുഞ്ഞുങ്ങളില്ലാത്ത വിഷയത്തിൽ, കുഞ്ഞുങ്ങളാവാത്ത സ്ത്രീകളിൽ ലുക്കോറിയ ഏതെങ്കിലും നിലക്ക് സ്വാധീനിക്കുന്നുണ്ടോ എന്നത് നമ്മൾ പഠിക്കേണ്ടതുണ്ട്. പിന്നെ കൂടിയ ലുക്കോറിയ, വജൈനൽ ഇൻഫെക്ഷൻ, ആ വജൈനൽ ഇൻഫെക്ഷൻ ഏത് അവസ്ഥ വരെ ഒരു സ്ത്രീയെ എത്തിക്കും, ഏതവസ്ഥ വരെ എത്തിക്കും? ആ ഇൻഫെക്ഷൻ്റെ സ്വാധീനം ഗർഭപാത്രത്തിലേക്ക് എത്തുമോ എത്തൂല്ലേ? ഫെലോപ്പിയൻ ട്യൂബിനെ സ്വാധീനിക്കുമോ ഇല്ലേ? പഠിക്കേണ്ട കാര്യമാണ്, നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യമാണ്. നിസ്സാരവൽക്കരിക്കരുത്. നമ്മൾ ഹിക്മ ഹീലിംഗ് എപ്പോഴും നമ്മുടെ ശ്രോതാക്കളോട് പറയുന്ന ഒരു കാര്യമുണ്ട്: രോഗങ്ങളെ നിസ്സാരവൽക്കരിക്കരുത്, രോഗങ്ങളെ അവഗണിക്കരുത്, സ്വയം ചികിത്സിക്കരുത്, ആരെങ്കിലും പറയുന്നത് കേട്ടിട്ട് ചികിത്സിക്കരുത്, യൂട്യൂബിനെ ഡോക്ടറാക്കി എടുക്കരുത്. യൂട്യൂബ് ചാനൽ ഇപ്പോൾ എനിക്കുണ്ട്, നിങ്ങളൊക്കെ കാണുന്നവരാണ്, നിങ്ങളൊക്കെ ഇതിനെ പലരിലേക്ക് എത്തിക്കുന്നവരാണ്. പക്ഷേ യൂട്യൂബ് ചാനലിൽ വരുന്ന മെസ്സേജുകൾ പഠിക്കുക, ആവശ്യമുള്ളതിനെ വീണ്ടും അന്വേഷിക്കുക. ഒരിക്കലും നമ്മൾ ചാനലുകളിൽ വരുന്നത് അതപ്പാടെ എടുക്കരുത്. ശരീരത്തിലെ ഏത് നിസ്സാര വിഷയമാണെങ്കിലും ഒരു ഫിസിഷ്യൻ്റെ നിർദ്ദേശത്തോടു കൂടിയല്ലാതെ നമ്മൾ സ്വീകരിക്കരുത്. അനുഭവം ഒരിക്കലും ട്രീറ്റ്മെൻറ്റിൽ ഗുരുവല്ല. ഇന്നയാൾ ഇന്ന മരുന്ന് കഴിച്ചപ്പോൾ അയാൾക്ക് രോഗം മാറി. നമ്മൾ ശരിക്കും മനസ്സിലാക്കേണ്ട ഒരു പോയിന്റാണ്. എനിക്ക് ഷുഗർ ഉണ്ടായപ്പോൾ ഞാൻ ഇന്ന മരുന്ന് കഴിച്ചു, എൻ്റെ ഷുഗർ മാറി. അത് അയാൾക്ക് മാറിയിട്ടുണ്ടാവും. ചികിത്സയിൽ അനുഭവം ഒരിക്കലും ഗുരുവല്ല.
അനുഭവമാണ് ഗുരു എന്ന് പറയാറില്ലേ, ചികിത്സയിലല്ല. ചികിത്സ എന്ന് പറയുന്നത് ഓരോ ശരീരവും വ്യത്യസ്തമാണ്. തിബ്ബുൻ നബവി അനാട്ടമി സ്ട്രക്ചറലി നമ്മളിങ്ങനെ നോക്കുമ്പോൾ എല്ലാവരുടെ ശരീരവും കയ്യും കാലും കണ്ണും മൂക്കും ചെവിയൊക്കെ ഉള്ളത് തന്നെ. പക്ഷെ തിബ്ബുൻ നബവി തീർത്തും വ്യത്യസ്തമായൊരു ചികിത്സാ രീതിയാണെന്ന് ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്. സാധാരണ അനാട്ടമി സ്റ്റഡിയിൽ കാണാത്തതിനെയും മനുഷ്യന്റെ ശരീരത്തിൽ വായിച്ചെടുക്കാനുള്ള അപാരമായ ചില അറിവിന്റെ വഴി തിബ്ബുൻ നബവിയിലുണ്ട്. അതുകൊണ്ടാണ് എല്ലാ വീട്ടിലും തിബ്ബുൻ നബവി അറിയുന്ന ഒരാളെങ്കിലും ഉണ്ടാവട്ടെ എന്ന് നമ്മൾ പറഞ്ഞത്. അതുകൊണ്ടാണ് തിബ്ബുൻ നബവി ഓൺലൈൻ കോഴ്സിൽ നിങ്ങൾ എല്ലാവരും ചേരണം എന്ന് പറയുന്നത്. ഇപ്പോൾ ഒരു കോഴ്സ് വിജയകരമായി പൂർത്തിയായിക്കൊണ്ടിരിക്കുകയാണ്. എല്ലാ വീട്ടിലും തിബ്ബുൻ നബവി പഠിക്കുന്ന ഒരാൾ. എന്തുകൊണ്ട്? ആ വീടും ആ വീട്ടുകാരും സേഫ് ആവും. അപ്പം അൽഹംദുലില്ലാ, നമ്മൾ മുന്നേ ഒരു എപ്പിസോഡിൽ പറഞ്ഞു, 100 ആളുകൾ ആ കോഴ്സിൽ ചേർന്നു. വളരെ വിജയകരമായി അവർ ആ കോഴ്സ് പൂർത്തിയാക്കാൻ പോകണം. അടുത്ത ബാച്ച് തുടങ്ങാൻ പോകണം. മാക്സിമം 1 മാസം കൊണ്ട് നമ്മുടെ കോഴ്സ് വരാൻ പോവാണ്, പുതിയ ബാച്ച് വരാൻ പോവാണ്. അപ്പോൾ നമ്മൾ താഴെ കാണുന്ന നമ്പറിൽ, വീഡിയോയിൽ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ കോഴ്സിൽ നിങ്ങൾക്ക് അഡ്മിഷൻ കിട്ടും. ആ കാര്യം നിങ്ങൾ എല്ലാവരും ശ്രദ്ധിക്കുക. ഞാൻ പറഞ്ഞു വന്നത് വൈറ്റ് ഡിസ്ചാർജ് ലൂക്കോറിയയെ കുറിച്ചാണ്. പിന്നെ ഈ വിഷയത്തിൽ ഒരുപാട് തെറ്റിദ്ധാരണയുണ്ട് കേട്ടോ. ജനങ്ങൾക്കിടയിൽ ഒരുപാട് തെറ്റിദ്ധാരണകളും ഉണ്ട്. ഏതായാലും പറഞ്ഞു വന്നത്, ഏത് ടൈപ്പിലുള്ള ഡിസ്ചാർജിങ് ആണ് നിങ്ങൾക്കുള്ളത് എന്ന് വിശദമായി നിങ്ങൾ ആദ്യം മനസ്സിലാക്കണം. യെല്ലോവിഷിലേക്ക് എത്തിക്കഴിഞ്ഞാൽ നിർബന്ധമായും നിങ്ങൾ ട്രീറ്റ്മെന്റിന് വിധേയമാവണം. അതോടൊപ്പം നിങ്ങൾ വീട്ടിൽ വെച്ച് ശുദ്ധീകരണ പ്രവർത്തനത്തിന്റെ ഭാഗമായി, അതായത് വജൈനൽ പാർട്ടിനെ വളരെ വൃത്തിയിലും ശുദ്ധിയിലും നിലനിർത്തണമല്ലോ. അപ്പോൾ ആ ശുദ്ധീകരണത്തിന്റെ ഭാഗമായി അത്യാവശ്യം വലുപ്പമുള്ള, ചെറിയൊരു ആഴമുള്ള ഒരു 3 ലിറ്ററെങ്കിലും വെള്ളം ഒഴിച്ച് ബാക്കി സ്ഥലം കിട്ടണ രീതിയിൽ വലുപ്പമുള്ളൊരു പാത്രം, ലൈറ്റ് ചൂടുവെള്ളം, ആ ചൂടുവെള്ളത്തിൽ ഇച്ചിരി ഉപ്പിട്ട് അതിലൊരു 1/4 മണിക്കൂർ നേരമെങ്കിലും നിങ്ങൾ ഇരിക്കുക. ഇതുപോലെ വളരെ എഫക്റ്റീവായ വേറൊരു മെത്തേഡുണ്ട്. ശുദ്ധമായ വെള്ളത്തിൽ തേൻ ചേർത്ത് മിക്സ് ചെയ്യാം. ഒരു 3 ലിറ്റർ വെള്ളമാണെങ്കിൽ നിങ്ങൾക്കൊരു 20 മില്ലി അല്ലെങ്കിൽ 25 മില്ലി, കൂടി വന്ന 30 മില്ലി വരെ തേൻ മിക്സ് ചെയ്യാം. നന്നായി മിക്സായി എന്ന് ഉറപ്പ് വന്ന ശേഷം നമ്മൾ എന്താക്കണം, ഈ പാത്രത്തിൽ ഇതുപോലെ 1/4 മണിക്കൂർ നേരം ഇരിക്കണം. അങ്ങനെ ഇരുന്ന് നമ്മൾ എഴുന്നേറ്റ ശേഷം നമ്മുടെ എക്സ്റ്റേണൽ പാർട്ട് കംപ്ലീറ്റ്ലി, അതായത് വജൈനന്റെ ആന്തരിക ഭാഗത്തേക്കല്ല, അല്ലാത്ത മുഴുവൻ ഭാഗത്തും ശുദ്ധമായ വെള്ളം കൊണ്ട് കഴുകിക്കളയാം. കാരണം ഇത്തിരി തേൻ ചേർന്ന വെള്ളം നിങ്ങളുടെ ദേഹത്ത് തട്ടിയത് കൊണ്ട് തന്നെ അതിൻ്റെതായ വേറെ ബുദ്ധിമുട്ട് പിന്നീട് വരാതിരിക്കാനാണ്. ഓക്കെ, ഈ 2 രൂപത്തിൽ നിങ്ങളുടെ ശുദ്ധീകരണം നിങ്ങൾ ശ്രദ്ധിക്കണം. കാരണം നമ്മുടെ ഇന്റേണൽ ഓർഗണുമായി റിലേറ്റഡ് ആയ രോഗങ്ങളിൽ ചികിത്സിക്കുമ്പം അവിടെ നമ്മൾ പേഴ്സണലായിട്ട് ചെയ്യുന്ന ശുദ്ധീകരണ പ്രവർത്തനം വളരെ വളരെ ഗൗരവമുള്ളതാണ്. ശുദ്ധി നിലനിർത്തുക, ശുദ്ധീകരണം സ്ഥിരമാവുക എന്നത് വളരെ പ്രധാനമാണ്. ഞാൻ പറഞ്ഞല്ലോ, നമ്മളിപ്പം ഇറുകിയ പാൻറ് ധരിക്കുക. ഈ വൈറ്റ് ഡിസ്ചാർജ് ഉള്ളവർ പാൻറ്റീസ്, ഇറുകിയ പാൻറ്റീസ്, ടൈറ്റായ ലെഗിൻസ് പോലത്തെ ധരിക്കുന്നത് ഒഴിവാക്കിയേ പറ്റൂ. കാരണം ഉഷ്ണാധിക്യ രോഗമാണ് എന്ന് ഞാൻ ഇതിനെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. ഉഷ്ണാധിക്യ രോഗം നമ്മളിൽ ഉണ്ടാകുമ്പോൾ സ്വാഭാവികമായും നമ്മൾ ധരിക്കുന്ന വസ്ത്രം പരമാവധി ശരീരത്തിൽ നിന്ന് വിട്ടു നിൽക്കുന്നതായിരിക്കണം, കോട്ടൺ വസ്ത്രമായിരിക്കണം എന്നത് പ്രത്യേകം പറയേണ്ടതില്ല, നമ്മളത് മനസ്സിലാക്കേണ്ട കാര്യമാണ്. പിന്നെ ഒരുപാട് നേരം ഇരുന്ന് ജോലി ചെയ്യുന്നവരാണെങ്കിൽ വല്ലപ്പോഴൊക്കെ ഒന്ന് എഴുന്നേറ്റ് നടക്കുകയും, അങ്ങനെ ഉണ്ടല്ലോ, സൗകര്യപ്രദമായ രൂപത്തിൽ ഒന്ന് നടക്കുകയൊക്കെ ചെയ്യണം. ഇതൊക്കെ ഇതിൻ്റെ ഒരു ഭാഗമാണ്. പിന്നെ ഒരു കാര്യം നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, ഈ വൈറ്റ് ഡിസ്ചാർജിൻ്റെ കൂടെ നിങ്ങൾക്ക് ബാക്ക് പെയിൻ കൂടി വരുന്നുണ്ടെങ്കിൽ കുറച്ചുകൂടി ഗൗരവത്തിൽ തന്നെ ട്രീറ്റ്മെൻറ്റിന് വരണം. നിങ്ങൾക്ക് വൈറ്റ് ഡിസ്ചാർജ് ഉണ്ട്, കടുത്ത ബാക്ക് പെയിൻ ഉണ്ട്, ദയവ് ചെയ്ത് നിസ്സാരമായി കാണരുത്. ഞാൻ നേരത്തെ പറഞ്ഞു, ഓൺലൈൻ കൺസൾട്ടിങ്ങിന് സൗകര്യമുണ്ട്. നിങ്ങൾ എത്ര ദൂരത്താണെങ്കിലും എന്നെയും അന്വേഷിച്ച് ക്ലിനിക്കിലേക്ക് വരേണ്ട ആവശ്യമൊന്നുമില്ല. ഓൺലൈൻ കൺസൾട്ടിങ്ങിൻ്റെ നമ്പർ നമ്മൾ കൊടുത്തിട്ടുണ്ട്. അതിൽ വിളിക്കുന്നു, ബുക്ക് ചെയ്യുന്നു, ഞാനുമായിട്ട് സംസാരിക്കുന്നു. കൃത്യമായ അനലൈസിങ്ങിന് ശേഷം ഏറ്റവും പെർഫെക്റ്റ് ആയ ട്രീറ്റ്മെൻറ്റ് നിങ്ങൾക്ക് കിട്ടുന്നു. പിന്നെ എന്തിന് രോഗം വെച്ച് നിൽക്കണം? രോഗചികിത്സക്ക് ഏറ്റവും പെർഫെക്റ്റായൊരു വഴി ഉണ്ടാവുകയും സൗകര്യപ്രദമായൊരു രീതി അതിനുണ്ടാവുകയും ചെയ്യുമ്പോൾ നമ്മൾ എന്തിന് രോഗിയായി ജീവിക്കണം? അതിൻ്റെ ആവശ്യമുണ്ടോ? ഹിക്മ ഹീലിംഗ് പ്രവാചക വൈദ്യശാസ്ത്ര സന്ദേശങ്ങൾ നിങ്ങളിലേക്ക് എത്തിക്കുന്നതോടൊപ്പം ലോകത്തിൻ്റെ ഏത് ഭാഗത്താണെങ്കിലും നിങ്ങൾ അവിടെ നിന്നുകൊണ്ട് തന്നെ നമ്മളുമായി കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനും കൺസൾട്ടിങ് ചെയ്യാനും ഒരു ഓൺലൈൻ പ്ലാറ്റ്ഫോം നിങ്ങൾക്ക് കിട്ടിക്കഴിഞ്ഞു. നിങ്ങൾ ഉപയോഗപ്പെടുത്തണം. എന്തിന് രോഗിയായി തുടരണം? ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട്, വൈറ്റ് ഡിസ്ചാർജിനെ നിസ്സാരമായി കാണരുത്. പ്രത്യേകിച്ചും യെല്ലോ വിഷിലേക്ക് എത്തിയാൽ അതൊരു ബ്രൗണിഷിലേക്കോ റെഡിഷിലേക്കോ ഒരല്പം ചുവപ്പ് നിറം കൂടി ചേരുന്ന അവസ്ഥയിലേക്ക് എത്തിയാൽ അതിൻ്റെ അപകടാവസ്ഥ
ഞാൻ സത്യത്തിൽ ഇതിലൂടെ പറയുന്നില്ല. അത്ര ഗൗരവമാണ്. അതിൻ്റെ കളർ ചേഞ്ചസ്, അത് ബ്രൗണിഷ് ഓർ റെഡിഷ്, ഈ ഒരു ലെവലിലേക്ക് എത്തിയാൽ നിങ്ങൾ ഉടനടി തന്നെ ചികിത്സയ്ക്ക് വിധേയമാവണം. കാരണം കടുത്ത വജൈനൽ ഇൻഫെക്ഷൻ മാത്രമല്ല, അത് ഗർഭപാത്രത്തിലേക്കടക്കം എത്തുന്ന രൂപത്തിൽ മറ്റൊരു രോഗാവസ്ഥയിലേക്ക് ഇതെന്താക്കിയിട്ടുണ്ട്, മാറിത്തുടങ്ങിയിട്ടുണ്ട്. ഞാനൊരു കാര്യം കൂടി പറയട്ടെ. നമ്മുടെ ശരീരത്തിൽ കാണുന്ന പല രോഗാവസ്ഥകളും നേരത്തെ ചർച്ച ചെയ്യപ്പെട്ടിട്ടില്ല. നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, ഇപ്പോൾ നിങ്ങൾ പലപ്പോഴും ഡോക്ടേഴ്സിൻ്റെ അടുത്ത് പോയി ജസ്റ്റ് കാൽഷ്യത്തിൻ്റെയോ വിറ്റാമിൻ്റെയോ ഗുളിക മാത്രം വാങ്ങി വരേണ്ടി വരുന്ന അവസ്ഥ എന്തുകൊണ്ടാണെന്നറിയോ? അവർക്ക് നിങ്ങളുടെ ശരീരത്തിൽ സംഭവിച്ച ഡിസോർഡർ എന്താണ് എന്ന് മനസ്സിലാക്കാൻ അവർ പഠിച്ച പുസ്തകത്തിലില്ല. കാരണം നേരത്തെ ചർച്ച ചെയ്യപ്പെടാത്ത പല അവസ്ഥകളും മനുഷ്യന്റെ ശരീരത്തിൽ ഉണ്ടാവാം. എല്ലാം പഠിച്ചിട്ടല്ല ഒരു ഡോക്ടർ പുറത്തിറങ്ങുന്നത്. എല്ലാ രോഗങ്ങളെക്കുറിച്ചും പഠിച്ച ഒരു ഡോക്ടറെയും നമുക്ക് കാണാൻ പറ്റില്ല. പക്ഷെ മനുഷ്യ ശരീരത്തിന്റെ ആരോഗ്യം എന്ത്, അതിന്റെ ഓർഡർ എന്ത്, അതിന്റെ ഡിസോർഡർ എന്ത് എന്ന് അവർക്ക് തിരിച്ചറിയാൻ പറ്റണം. അതിനെ മനസ്സിലാക്കി ചികിത്സിക്കാൻ പറ്റുന്ന ഒരു പ്രാവീണ്യമുള്ള ഒരാളുടെ കയ്യിലാണ് നിങ്ങൾ എത്തിപ്പെടുന്നതെങ്കിൽ കൃത്യമായ ഗൈഡൻസ് നിങ്ങൾക്ക് കിട്ടും. നിങ്ങളിൽ പലരും പറയുന്നു ചികിത്സിച്ചു മടുത്തു. നിങ്ങൾ എവിടെ ചികിത്സിച്ചു? ഇനി ലോകത്ത് എവിടെയും ഞങ്ങൾ എത്താൻ ബാക്കിയില്ല. നിങ്ങൾ എവിടെയാ പോയത്? നമ്മൾ പറയുന്ന വാക്കുകളാണ്. ചികിത്സിച്ചിട്ട് ഫലം കാണാതെ വരുമ്പോൾ നിങ്ങൾ പറയുന്ന വാക്കെന്താണ്? ഇനി ഒരു സ്ഥലത്തും ഞാൻ എത്താനില്ല. കാരണം നമ്മളെപ്പോഴും നോക്കുന്നത് വലിയ ഹോസ്പിറ്റൽ, വലിയ ബിൽഡിംഗ് ആയിരിക്കണം, അല്ലേ? നിങ്ങൾ ചികിത്സയ്ക്ക് പോകുമ്പോൾ നിങ്ങൾ ആകെ ചൂസ് ചെയ്യുന്നതായിരുന്നാ അത്യാവശ്യം നല്ല വലിയ വലിപ്പമുള്ള ഹോസ്പിറ്റൽ ആയിരിക്കണം, മുറ്റത്തൊക്കെ ഒത്തിരി വാഹനങ്ങൾ പാർക്ക് ചെയ്തിരിക്കണം, പിന്നെ വലിയ പേരും പെരുമയും ബോർഡും വേണം, ഡോക്ടറുടെ പേരിൻ്റെ കൂടെ ഒത്തിരി ബിരുദങ്ങൾ വേണം. ഇത് പരിഗണിച്ചാൽ മതിയോ? എന്നാണ് എൻ്റെ ചോദ്യം. അങ്ങനെയാണെങ്കിൽ നിങ്ങളിൽ പലരെയും 30 കൊല്ലവും അല്ലെങ്കിൽ 5 കൊല്ലവും 10 കൊല്ലവും 20 കൊല്ലവും 30 കൊല്ലവും എങ്ങനെ രോഗിയായി തുടരുന്നു? അപ്പൊ ട്രീറ്റ്മെന്റ് നടക്കുന്നില്ലേ? അതേസമയം പ്രവാചക വൈദ്യത്തിലെ ചികിത്സ ചെയ്യുമ്പോൾ നിങ്ങളെങ്ങനെ 4 മാസം കൊണ്ടോ 6 മാസം കൊണ്ടോ രോഗത്തിൽ നിന്ന് രക്ഷപ്പെടുന്നത്? എന്താ വ്യത്യാസം? നമ്മൾ ശരിക്കും മനസ്സിലാക്കേണ്ട കാര്യമാണ്. പൊതുസമൂഹം നന്നായി ചർച്ച ചെയ്യേണ്ട ഒരു കാര്യമാണ് ഞാൻ ചോദിക്കുന്നത്. 5, 10, 20, 30 കൊല്ലം ചികിത്സിച്ചിട്ട് ഭേദമാകാത്ത കാര്യം പ്രവാചക വൈദ്യശാസ്ത്ര പ്രകാരം ചികിത്സിക്കുമ്പോൾ നിങ്ങൾക്ക് ചുരുങ്ങിയ സമയം കൊണ്ട് ആശ്വാസം കിട്ടുന്നതിൻ്റെ പിന്നിലെ രഹസ്യം എന്താണ്? നിങ്ങളൊന്ന് ചിന്തിക്കണം, നിങ്ങൾ ആലോചിക്കണം. നമ്മൾ പറഞ്ഞു വന്നത് ലൂക്കോറിയയെ കുറിച്ചാണ്. ലൂക്കോറിയ നോർമലി നിസ്സാര രോഗമാണ്. ബട്ട് അതിൻ്റെ രൂപവും ഭാവവും അത് ശരീരത്തിലുണ്ടാക്കുന്ന മാറ്റങ്ങളും കൃത്യമായി പഠിച്ചാൽ ചില ലൂക്കോറിയ പിന്നീട് നിങ്ങൾക്ക് വലിയ അപകടകരമായ അവസ്ഥ ഉണ്ടാക്കും, ഉറപ്പായിട്ടുണ്ടാക്കും. ക്യാൻസറിലേക്ക് വരെ. ക്യാൻസർ എന്നുള്ളത് ഞാനിതിൻ്റെ ഒരു പെരുപ്പിച്ച് പറയാൻ വേണ്ടി പറയുന്നൊന്നുമല്ല, അങ്ങനെയല്ല. നിങ്ങളതിൻ്റെ ഗൗരവം കൃത്യമായി മനസ്സിലാക്കണം. അപ്പം അത്ര ഗൗരവതരമായ അവസ്ഥയിലേക്ക് വരെ എത്താൻ സാധ്യതയുണ്ടെങ്കിൽ കേരളത്തിൽ വർദ്ധിച്ചു വരുന്ന സ്ത്രീകളിലെ ഗർഭാശയകള ക്യാൻസർ എന്തൊക്കെ കൊണ്ടുവരാം, ഏതെല്ലാം കാരണം കൊണ്ടുവരാം? വെറും ഗർഭനിരോധന ഗുളിക കഴിക്കുന്നതുകൊണ്ട് മാത്രം വരുന്നതാണോ ഇത്? കണ്ടമാനം ഗർഭനിരോധന ഗുളിക അതുകൊണ്ട് മാത്രം വരുന്നതാണോ? അല്ലെങ്കിൽ തീരെ പ്രസവിക്കാത്തത് കൊണ്ട് മാത്രം വരുന്നതാണോ ഗർഭാശയകള ക്യാൻസർ? നിങ്ങൾ ശരിക്കും ചിന്തിക്കണം. നമ്മുടെ സ്ത്രീകൾക്കിടയിൽ 2 തരം ക്യാൻസർ വ്യാപകമാണ്. ഒന്ന് ഗർഭാശയകള ക്യാൻസർ, മറ്റൊന്ന് ബ്രസ്റ്റ് ക്യാൻസർ. നമുക്കതിൻ്റെ കാരണം നമുക്ക് പിന്നീട് ചർച്ച ചെയ്യാം. മറ്റൊരു വീഡിയോയിൽ എന്തുകൊണ്ട് മാരകമായി ഈ 2 ക്യാൻസർ സ്ത്രീകളിൽ വർദ്ധിക്കുന്നു എന്ന് നമുക്ക് അടുത്തൊരു വീഡിയോയിൽ ചർച്ച ചെയ്യാം. ഏതായാലും ഞാൻ പറഞ്ഞു വന്നത് വൈറ്റ് ഡിസ്ചാർജ്, ലൂക്കോറിയ എന്ന പ്രശ്നം വളരെ വ്യാപകമായിക്കൊണ്ടിരിക്കുന്നു. അതിൻ്റെതായ ശാരീരിക അസ്വസ്ഥതകളും ചില ആളുകളിൽ അത് മാനസിക അസ്വസ്ഥതകളും ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നു. പിന്നീട് അത് മറ്റു വലിയ ചില രോഗങ്ങളിലേക്ക് സ്ത്രീ സമൂഹത്തിൽ ചിലരെയെങ്കിലും എത്തിക്കുന്നുണ്ട്. അതിൻ്റെ ദുരിതം അനുഭവിക്കുന്ന അനേകായിരം ആളുകൾ നമ്മുടെ സമൂഹത്തിൽ ഇന്ന് ജീവിക്കുന്നു. നമുക്കത്തരം ഒരു ദുരവസ്ഥ വരാൻ പാടില്ല. വരാതിരിക്കാൻ നമ്മൾ പ്രവാചക വൈദ്യശാസ്ത്രത്തിലെ ചികിത്സ തേടുക. വളരെ എഫക്റ്റീവായ ട്രീറ്റ്മെൻ്റ് ഉണ്ട്, വളരെ എഫക്റ്റീവായ പ്രാർത്ഥനാക്രമമുണ്ട്. പിന്നെ അതൊന്നും കോമൺ ആയിട്ട് പറയേണ്ടതല്ല, തീർത്തും വ്യത്യസ്തമായിരിക്കും. നിങ്ങളിൽ ഓരോരുത്തരുടെയും ശാരീരിക അവസ്ഥ കൃത്യമായി പഠിച്ചു പറയേണ്ടതായിരിക്കും. അതുകൊണ്ട് ഞാൻ ചില ശുദ്ധീകരണ പ്രവർത്തനങ്ങൾ പറഞ്ഞു, ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങൾ പറഞ്ഞു, സൂക്ഷിക്കേണ്ട കാര്യങ്ങൾ പറഞ്ഞു. ട്രീറ്റ്മെൻറ്റ് ഇൻഷാ അല്ലാഹ് അത് വ്യക്തിഗതമാണ്, പേഴ്സണലായിട്ട് പറയേണ്ട കാര്യമാണ്. തീർച്ചയായും നിങ്ങൾക്ക് ഈ ഒരു എപ്പിസോഡ് ഉപകാരപ്രദമാകുമെന്ന് തന്നെയാണ് കരുതുന്നത്. അള്ളാഹു അനുഗ്രഹിക്കട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.